ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത് ജയിലിലായവർ സുരക്ഷാസേനയുടെ അതിക്രൂരമായ പീഡനമുറകൾ നേരിടേണ്ടി വരുന്നതായി റിപ്പോർട്ട്. തടവിലാക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വ്യാപകമായ ലൈംഗികാതിക്രമങ്ങളും ശാരീരിക പീഡനങ്ങളും നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുറ്റസമ്മതം നടത്തുവാനും പ്രതിഷേധക്കാരെ മാനസികമായി തകർക്കുവാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടക്കുന്നത്. കൊടും തണുപ്പിൽ തടവുകാരെ ഉടുവസ്ത്രമില്ലാതെ തുറന്നുവിടുകയും ഇവർക്ക് നേരെ പൈപ്പിൽ വെള്ളം ചീറ്റുകയും ചെയ്യുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തിരിച്ചറിയാത്ത വസ്തുക്കൾ സിറിഞ്ച് ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസ്വസ്ഥതപ്പെടുത്തുന്ന വാർത്തകളാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്നത്. അതിക്രൂരമായ നടപടികൾക്കാണ് ഇറാനിലെ പ്രതിഷേധക്കാരായ തടവുകാർ നേരിടേണ്ടി വരുന്നതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണെന്ന് പോലും പറയാതെയാണ് കുത്തിവെപ്പുകൾ നടത്തുന്നത്. ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന വീഡിയോകളും അവ്യക്തമായ ഫോൺ സന്ദേശങ്ങളും സ്റ്റാർലിങ്ക് സന്ദേശങ്ങളും സംഭവത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഭീകരമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. തെരുവുകളിൽ നിരവധി മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കറുത്ത ബാഗുകളിലാക്കി അടുക്കി വച്ചിരിക്കുന്ന മൃതദേഹങ്ങളിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെ തിരയുന്ന കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും ഇറാനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഷോക്കടിപ്പിക്കുക, നഗ്നരാക്കി മർദ്ദിക്കുക, വെളുപ്പിനെ വരെ നീളുന്ന ചോദ്യം ചെയ്യലുകൾ, ഏകാന്ത തടവ് തുടങ്ങിയ ക്രൂരമായ പീഡനമുറകളാണ് ഇറാനിലെ എവിൻ ജയിൽ ഉൾപ്പെടെയുള്ള തടവറകളിൽ നടക്കുന്നത്. 16 വയസ്സുള്ള കുട്ടികൾ പോലും ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട 120 പേജുള്ള റിപ്പോർട്ടിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുവാൻ ഭരണകൂടം ലൈംഗിക അതിക്രമത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നു. വിപ്ലവ ഗാർഡുകളും ബാസിസ്റ്റ് സേനയുമാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാൻ ഭരണകൂടം ഈ ആരോപണങ്ങളെയെല്ലാം നിഷേധിക്കുകയാണ്. സ്ത്രീകൾക്കായി പ്രത്യേക വാർഡുകളുണ്ടെന്നും വനിതാ ജീവനക്കാർ മാത്രമാണ് അവിടെ ഉള്ളതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പുറത്തുവരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഇറാനിലെ ജയിലുകൾക്കുള്ളിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് അടിവരയിടുന്നു. ജനുവരി 8 ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ക്രൂരത അരങ്ങേറിയത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. തെരുവുകൾ മൃതദേഹങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇത് പുറത്തുവരാതിരിക്കുവാൻ സ്റ്റാർലിങ്കിന്റെ സേവനം തടസ്സപ്പെടുത്തുവാൻ ഖമേനി ഭരണകൂടം ചൈനീസ്, റഷ്യൻ മിലിറ്ററിയുടെ ജാമറുകൾ ഉപയോഗിച്ചു. തുടർന്ന് ആശയവിനിമയോപാധികൾ പിടിച്ചെടുക്കുവാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി വീടുകൾ കയറിയിറങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് 12,000 പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് വിവരം.